ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്തെറ്റിക് മാസൻട്രി. അപ്പോൾ സോനു കാണിക്കുന്ന പോലെ നമ്മൾ ഇന്ന് നൂഡിൽസ് ചലഞ്ചാണ്, മാഗി ചലഞ്ചാണ്. അപ്പോൾ ജയിക്കുന്നവർക്ക് അത് നമുക്ക് ലാസ്റ്റ് സസ്പെൻസ് ആണ്. തോക്കുന്നവർക്കുള്ള പണിഷ്മെൻറ്റ് സോനുവിന് എന്തെങ്കിലും ഇതുണ്ടാ? എനിക്ക് പണിഷ്മെൻറ്റ് തരാം, ഞാൻ തോറ്റാ. മാമി തോറ്റോണ്ടല്ല, മാമി പറഞ്ഞ സമയത്തിന് എന്നെ എടുക്കണം. മാമി പറയുന്ന സമയത്തിന് എടുക്കണോ? അല്ല, അതായത് നീ എപ്പം നിർത്താൻ പറയണോ അത്രയും നേരം ഞാൻ നിന്നെ എടുത്തു വയ്ക്കണമെന്നാ? ആ ശരി. അപ്പോൾ അവൻ്റെ ചലഞ്ച് അതാണ്. സോന് തോക്കുകയാണെങ്കിൽ സസ്പെൻസ് ആണേ. അപ്പം നമുക്ക് ചലഞ്ച് തുടങ്ങാം. നമ്മൾ ടൈമർ ഒന്നും വെച്ചിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ചലഞ്ചാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാഗി. സെയിം ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സോനുവിന് കുറച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം കുട്ടിയല്ലേ. നമ്മൾ ചലഞ്ചൊക്കെ ശരിയാ, പക്ഷെ കുഞ്ഞായതുകൊണ്ട് അവന് കുറച്ച് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ ഇല്ല, കാരണം അവൻ കുഞ്ഞാ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാ. ടൈമർ ഒന്നുമില്ല. കഴിച്ച് ഫിനിഷ് ചെയ്യുക. പിന്നെ ആദ്യം കഴിച്ച് ഫിനിഷ് ചെയ്യണവർ ആണ് വിന്നർ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ഗോ. പതുക്കെ കഴിച്ചാൽ മതിയേ. ക്യാമറ നോക്കാം, നമുക്ക് കഴിച്ചോ. ഇവൻ എന്നെ വെല്ലുവിളിച്ച്, അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കാണിച്ചു കൊടുത്തു. അവനും ഇങ്ങനെ അവന് നമ്മളിതിൽ ഗീ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പം ഗീ ചേർത്ത് കഴിച്ചു നോക്കണേ. നമ്മളെടുത്ത പ്ലേറ്റ് മാറിപ്പോയാ? ഇല്ല. അങ്ങനെ തീർത്തേ? ഞാൻ എത്രയും തീർത്തേ? ഞാൻ വേഗത്തിൽ കഴിച്ചു. മാറ്റൂല. പതുക്കെ കഴിച്ചാൽ നമുക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ പറ്റും. ഞാൻ ജനിച്ച തൊട്ട് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇടുന്നത്. പതുക്കെ കഴിച്ചാൽ ജനിച്ച തൊട്ട് പരീക്ഷിക്കുകയാണേ. പിന്നെ കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഫേവർ ചെയ്യൂല. പക്ഷെ ഞാനൊരു മാഗി അഡിക്റ്റാണ്. പക്ഷെ എന്നുമില്ല, അമ്മ ഓട്ടിക്കും. ഞാൻ പതിവ് തിന്നു. മമ്മി പാട്ടിയാണ്. അയ്യോ, സത്യം പറയാൻ നമ്മൾ പുറത്തിരിക്കുന്നു ധൈര്യശാലികളാണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ സോനു? സത്യമന കഴിക്കുന്നു. എന്ത് ഭാഷ?
ഞാൻ തോക്കും കഴിച്ചു. ഞാൻ ഇവനെ കുറച്ചാണ് കൊടുത്തതെന്ന് എനിക്കൊരു സംശയമാണ്. വെള്ളം വേണോ? സ്റ്റോപ്പ്. അതല്ല ഈ ശ്വാസം കിട്ടാ. ഞാൻ ശ്വാസം വിട്ടിട്ട് കഴിച്ചാൽ മതി. എനിക്കൊന്നും ശ്വാസം കൂടാൻ പറ്റില്ല. നിന്റെ പ്ലേറ്റ് കാണിച്ചോളൂ. ഒരു കളി കഴിയുമ്പോ നിന്നെ തോപ്പിച്ചടി. ഇനിയിപ്പോ ഞാൻ കഴിച്ചും കാര്യമില്ല. മിച്ചമുണ്ട്. അപ്പൊ നീ ഇവൻ പറഞ്ഞ പോലെ റെക്കോർഡിങ് എനിക്കിവിടെ ഇരിക്കും. ഗൈസ്, അപ്പൊ സോനു ജയിച്ചിട്ടുണ്ട്. സോനു പറഞ്ഞ പണിഷ്മെന്റ് ഞാൻ ചെയ്യും. 1 2 3. അപ്പൊ ഗൈസ്, ഞാൻ തോറ്റിട്ടുണ്ട്. നീ പറയണ പോലെ നീ ഇതെന്തോന്ന് പണിഷ്മെന്റ് എന്തോന്നാണ് ചെയ്യണ്ടേ? മാമി എന്നെ എടുക്കണം. ഞാൻ പറയുന്നത് വരെ. സത്യം പറഞ്ഞാലേ ഇവ ഈ കാണും പോലെയല്ല. നോക്ക്, കണ്ടാ, എന്റെ ഇത്രയേ ഉള്ളൂ. എന്നാലും കുറച്ച് ഹൈറ്റ് വ്യത്യാസമേ ഉള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട്. ശരി, എനിക്ക് കുറച്ച് പറയുള്ളൂ. തടിമാടിനെ എടുക്കാൻ പോയാണ്. ഇവൻ കാണുന്ന പോലെയല്ല. കണ്ടല്ല, എന്റെ ഇത്ര ഉണ്ട്. എന്റെ സൈസും കണ്ടല്ലോ. വാ, ഇതൊക്കെ ചേർക്കാൻ. പറയൂ. ഈ ചാലഞ്ച് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പോയാലും ഞാൻ എന്റെ അടുത്തേ പറ്റും. എത്ര പേര് വെച്ചു. മതിയാ? അല്ല, നിർത്തിയാൽ പിന്നെ എടുക്കൂല. അതാണ് ചാലഞ്ച്. നീ പറയണവരെ നിന്നെ എടുത്ത് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എടുത്ത് വെക്കണ്ട. എന്റെ ഷോണ പോയിരിക്കും. മതിയോ? വേണ്ട. ഞാൻ തറയിലിടും ഇതിനെ. വീട് എത്ര അടി? എത്ര അടി? എത്ര സ്കെയിലിട്ട് അടി വരും? 5 അടി. 5 അടി മാഞ്ചാതിയല്ല. എന്നാ താഴെയായിരുന്നു 2 അടി. അല്ല, നീ ആയിട്ട് നിർത്താൻ പറഞ്ഞ അവരുടെ ചലഞ്ച് തീരും. മതിയാ? വേണ്ട, എനിക്ക് കുറച്ചും കൂടെ മാമി. സത്യം പറഞ്ഞ എനിക്ക് അവനെ എടുത്ത് വെച്ചോണ്ടിരിക്കാൻ വയ്യ. വയ്യ. കയ്യില് പതുക്കെ. ഓ, അപ്പൊ ടാറ്റ, ബൈ ബൈ, സീ യു.